لا فارض قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون സൂറത്തുൽ ബഖറയിലെ അൽ ബഖറ എന്ന പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് നാം ഇപ്പോൾ ഇവിടെ ഓതിയ ആയത്തുകൾ. ഒരുപാട് ആശയങ്ങളും സന്ദേശങ്ങളും അടങ്ങുന്ന ആയത്തുകളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് നൽകുന്ന അധ്യാപനങ്ങളിൽ അവയോട് മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആയത്തുകളാണിത്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അത് കേവലം മനുഷ്യർ പരസ്പരം നൽകുന്ന നിർദ്ദേശങ്ങളെപ്പോലെ, കൽപ്പനകളെപ്പോലെ കാണാതെ കൃത്യമായി അത് പാലിക്കുവാനും അതിനോട് നിഷേധാത്മകമായ സമീപനങ്ങൾ പുലർത്താതെ അത്തരം കാര്യങ്ങളിൽ കൽപ്പിക്കപ്പെട്ടതെന്തോ അതനുസരിക്കണം എന്ന ബോധത്തോടുകൂടി അതിനെ സമീപിക്കണം എന്ന സന്ദേശമാണ്
ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിച്ചത്. ഇതിന്റെ അർത്ഥം അതുപോലെ അതിന്റെ വ്യാകരണം ഒക്കെ നാം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ ആയത്തുകളിൽ അടങ്ങിയ അതിലെ അർത്ഥങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അള്ളാഹു നിങ്ങളോട് നിങ്ങളൊരു പശുവിനെ അറുക്കണമെന്ന് കൽപ്പിക്കുന്നു. അവർ പറഞ്ഞു, قَالُوا أَتَتَّخِذُنَا هُزُوًا. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹാസ്യ വസ്തുവാക്കുകയാണോ? قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവനായി തീരുന്നതിനെ കുറിച്ച് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജനതയോട് പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണമെന്ന്. അപ്പോൾ അവരുടെ ചോദ്യം, ഒരു പശുവിനെ അറുക്കുകയും അതൊരു പരിഹാസ്യമാണല്ലോ. പശു എന്നൊക്കെ പറയുന്നത് സാധാരണ ഇവിടെ അലഞ്ഞു തിരിയുന്ന, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൃഗം. ആ മൃഗത്തെ അറുക്കുക എന്നതൊരു വലിയ കാര്യമാണോ? ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് നൽകുന്ന മറുപടി, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവനായി തീരുന്നതിനെ കുറിച്ച് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഞാനൊരു വിഡ്ഢിത്തം പറഞ്ഞതല്ല, കേവലം ഒരു കളിവാക്ക് പറഞ്ഞതല്ല, നിങ്ങളെ പരിഹസിക്കൽ എന്റെ ഉദ്ദേശവുമില്ല. അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട്. അത് അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ പലതരത്തിലുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കും. അത് ചിലത് കൽപ്പനകളായിരിക്കും, ചിലത് നിരോധനങ്ങളായി. ശബ്ബത്ത് നാളിൽ മത്സ്യം പിടിക്കരുതെന്ന് ഒരു നിരോധനം അള്ളാഹു പുറപ്പെടുവിച്ചു. മത്സ്യത്തെ പിടിക്കാതിരിക്കുക ഒരു ദിവസം, ഇവിടെ പശുവിനെ അറുക്കുക എന്ന് മറ്റൊരു കൽപ്പന. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള കൽപ്പനകളും നിരോധനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയോട് മാത്രമല്ല, മനുഷ്യന്റെ ആരംഭം തൊട്ട്, മനുഷ്യന്റെ ഉൽപ്പത്തി തൊട്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരമാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, സ്വർഗലോകത്ത് വെച്ച് വാനലോകത്ത് വെച്ച് അദ്ദേഹത്തോട് പറയുന്നു, വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത്. അതൊരു നിരോധനമാണ്. ഒരു മരം, ആ മരത്തെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നിസ്സാര വസ്തുക്കളെ കുറിച്ച് അതിനെ തുടരുതെന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കണമെന്ന് പറയുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു. അത് അറിയിക്കപ്പെടുന്നത് ഒരു പ്രവാചകനിലൂടെ. ആ പ്രവാചകന് ദിവ്യ സന്ദേശം നൽകിക്കൊണ്ട്, വഹി നൽകിക്കൊണ്ട് മനുഷ്യനെ അറിയിക്കുന്നു. ആ സമൂഹത്തെ, ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ട ജനതയോട്, ആ ജനതയിലേക്ക് അള്ളാഹു ആ സന്ദേശം കൈമാറുന്നു. നിങ്ങളിതാ ഒരു പശുവിനെ അറുക്കുക, ഇതാണ് ഇവിടുത്തെ കൽപ്പന. അപ്പോൾ ഇതെന്തൊരു കൽപ്പന? ഇതൊരു നിസ്സാര കാര്യമല്ലേ? ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന ആ സമൂഹത്തിന്റെ പ്രതികരണത്തിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന മറുപടി, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ.
ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവനായി തീരുന്നതിനെ കുറിച്ച് അള്ളാഹുവിനോട് ശരണം തേടുന്നു. അപ്പോൾ പിന്നെ അവർക്കറിയേണ്ടത് അതാണ് അടുത്ത ആയത്തിൽ قالوا ادع لنا ربك يبين لنا ما هي. അവർ പറഞ്ഞു, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് എന്ത് തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. അപ്പോൾ താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രയോഗങ്ങൾ, അവരുടെ ആ പ്രയോഗ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത് അവർക്ക് അവരുടെ റബ്ബാണ് എന്ന് പറയുവാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ മൂസയുടെ റബ്ബ്, മൂസാ നബിയെ അവർ വിളിച്ചിരുന്നത് മൂസ എന്ന് മാത്രമായിരുന്നു. ഒരു പ്രവാചകനെ, ആദരിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വത്തെ എപ്രകാരം ആദരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹമായിരുന്നു അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം അദ്ദേഹത്തെ ആദരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അത്രയൊന്നും സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത അറാബികളായിട്ടുള്ള ഗ്രാമീണരായ അറബികൾ മുഹമ്മദേ എന്ന് പറയാറുണ്ടായിരുന്നു. അതിനു മുമ്പ് പലരും മുഹമ്മദേ എന്ന് വിളിച്ചിരുന്നു. പക്ഷേ മുഹമ്മദ് നബി പ്രവാചകനാണെന്നും അള്ളാഹുവിന്റെ ദൂതനാണെന്നും അത് മനസ്സിലാക്കിയതിനു ശേഷം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആദരവും ബഹുമാനവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് തുടങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ തിരുദൂതരെ എന്ന് അഭിസംബോധനം ചെയ്തത് നാം കണ്ടിട്ടുണ്ട്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം മൂസാ നബിയോട് പറയുന്നത് ഖാലു ഉദ്ഉ ലനാ, മൂസാ നബിയോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബക്ക, നിന്റെ രക്ഷിതാവിനോട്, നമ്മുടെ രക്ഷിതാവിനോടെന്നല്ല, നിന്റെ രക്ഷിതാവിനോട്. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കാം. ഈ സ്വഭാവമായിരുന്നു അവരുടേത്. നീയും നിന്റെ റബ്ബും, ഞങ്ങൾ അതിൽപ്പെട്ടതല്ല എന്ന തരത്തിലുള്ള നിഷേധാത്മകമായ സ്വഭാവം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ അവർ മൂസാ നബിയോട് ഈ പശുവിന്റെ കാര്യത്തിലും ആവശ്യപ്പെടുന്നു, ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. ശരി, ഏതായിരുന്നാലും പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അത് എന്ത് തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. ഇതാണ് അവർക്കറിയേണ്ടത്, അതെന്ത് തരം പശുവാണ്. പശുവിനെ അറുക്കാൻ പറഞ്ഞു. എന്ത് തരം പശുവാണ്? ഒരു പ്രവാചകനിലൂടെ കൃത്യമായ ഒരു കൽപ്പന ഒരു സമൂഹത്തിന് പുറപ്പെടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കൽപ്പന നിറവേറ്റുക എന്നതാണ് ആ സമൂഹത്തിന്റെ ബാധ്യത. അത് വ്യക്തിപരമായി ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, കൂട്ടായി നിർവഹിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ. പിന്നീട് ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ കൽപ്പന വ്യക്തമായി കഴിഞ്ഞാൽ അത് നിർവഹിക്കലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ ആവശ്യമില്ല. മനുഷ്യൻ എന്ത് ചെയ്യണമെന്നത് വഹയിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്, അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അള്ളാഹുവിനോട് കൂടുതൽ അങ്ങോട്ട് ചോദിച്ച് അതിന്റെ വിശദീകരണം ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇനി വല്ല വിശദീകരണവും ആവശ്യമുണ്ടെങ്കിൽ അതും വഹയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വീണ്ടും ചോദിക്കുകയാണ്, وقال إنه يقول إنها بقرة لا فارض ولا بكر. قال إنه يقول إنها بقرة لا فارض ولا بكر. അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, ആര്? അള്ളാഹു പറയുന്നു,
അത് നന്നേ പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു പശുവാണ്. വലിയ പ്രായം പാടില്ല, എന്നാൽ പ്രായം കുറയാനും പാടില്ല. ഒരു മധ്യ പ്രായത്തിലുള്ള പശുവിനെയാണ് അറുക്കുവാൻ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവാനും ബൈന ദാലിക് ഫഫ്അലൂ മാ തുഅ്മറൂൻ. അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ളതായിരിക്കണം നിങ്ങൾ അറുക്കേണ്ടത്. ഫഫ്അലൂ മാ തുഅ്മറൂൻ. ഇനി നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തുകൊള്ളുവിൻ. അപ്പോ അതിനുള്ള വിശദീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് നിങ്ങൾ ചെയ്തുകൊള്ളുക എന്ന നിർദ്ദേശമാണ് അവർക്ക് നൽകുന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ ചോദ്യം അവസാനിക്കുന്നില്ല. قالوا ادع لنا ربك يبين لنا ما لونها قالوا ادع لنا ربك يبين لنا ما لونها. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതിന്റെ നിറം എന്തായിരിക്കുമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. ഇനി അവർക്കറിയേണ്ടത് അതിന്റെ നിറത്തെക്കുറിച്ചാണ്. അതിന്റെ പ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇനി അവർക്കറിയേണ്ടത് അതിന്റെ നിറത്തെക്കുറിച്ചാണ്. قال إنه يقول إنها بقرة صفراء فاقع لونها. അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, അല്ലാഹു പറയുന്നു അതിന്റെ നിറത്തെക്കുറിച്ച്. അതൊരു പശുവാണ്. ആ പശു സഫറാഉ ഫാഖിഉ ലൗനുഹാ, നിറം ശുദ്ധ മഞ്ഞ വർണ്ണമുള്ളതായ ഒരു പശുവാണ് ആയിരിക്കേണ്ടത്. തസുറുൻ നാദിരീൻ, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നതാകുന്നു. നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുമാറ് നിറം ശുദ്ധ മഞ്ഞ വർണ്ണമുള്ളതായ ഒരു പശുവാണ്, നിങ്ങൾ അതിനെയാണ് അറുക്കേണ്ടത് എന്ന മറുപടിയാണ് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ കുറച്ചുകൂടി പശുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുന്നുണ്ടെങ്കിലും കൽപ്പിക്കപ്പെട്ട സമൂഹത്തിന് അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കുവാൻ അല്പം പ്രയാസമുണ്ടായി തീരുന്നു എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം അതിന്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് അതിന്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞു. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അത് ഏതുതരം പശുവായിരിക്കുമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. കാരണം നിശ്ചയമായും പരസ്പര സദൃശ്യത നിമിത്തം പശു ഏതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാതായിരിക്കുന്നു. അപ്പൊ വീണ്ടും അവരുടെ ചോദ്യം, ഇതെന്തു തരം പശുവാണ്? ഇപ്പോൾ ആകെക്കൂടി നിറം ഇങ്ങനെയായിരിക്കണം, അതിന്റെ പ്രായം അങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അതൊരു തിരിച്ചറിയാത്ത വിധം ഒരു കൺഫ്യൂഷൻ അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ മറുപടി. وَإِنَّا إِن شَاءَ اللَّهُ لَمُهْتَدُونَ. ഞങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയായിരിക്കും. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث. അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, അല്ലാഹു പറയുന്നു, അത് ഭൂമി
ഉഴുകയാകട്ടെ വിള നനക്കുകയാകട്ടെ ചെയ്തു ശീലിച്ചതല്ലാത്ത പശുവാകുന്നു. അപ്പോ പ്രായം കൂടാത്ത, പ്രായം കുറയാത്ത, മധ്യപ്രായത്തിലുള്ള, നിറം ശുദ്ധമായ മഞ്ഞവർണ്ണത്തിലുള്ള, എന്നാൽ ഭൂമി ഉഴുതിട്ടില്ലാത്ത, വിള നനച്ചിട്ടില്ലാത്ത, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലാത്ത പശുവായിരിക്കണം. മുസല്ലമതുൽ ലാ ശിയത ഫീഹാ, കലർപ്പ് വർണ്ണമില്ലാത്ത, അതുപോലെ ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായതായിട്ടുള്ള പശുവായിരിക്കണം. ന്യൂനതകളില്ലാത്ത. അവർ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ യഥാർത്ഥ വിവരവും കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ അവർ അതിനറുത്തു. അവർ അത് ചെയ്യുമായിരുന്നില്ല, അവർക്കതിന് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്ക് ചെയ്യാൻ സാധിച്ചതും അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാകുന്നു. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയോ അതിനെ കൂടുതൽ പ്രയാസകരമാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് അവർ കടന്നു വരികയാണ് ഉണ്ടായത് എന്നർത്ഥം. ഈ സംഭവത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന് നൽകിയ വിശദീകരണങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആ സന്ദർഭത്തിൽ അതിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടി നമുക്ക് സൂചിപ്പിക്കാം. ഈ സൂറത്തിന് പശു എന്നർത്ഥമുള്ള അൽ ബഖറ എന്ന പേരിൽ പറയപ്പെടുവാൻ കാരണമായ പശുവിന്റെ സംഭവമാണിത്. ഈ വചനങ്ങളിൽ പ്രസ്താവിച്ച പ്രകാരം ഒരു പശുവിനെ ബലി അറുക്കണമെന്ന് ഇസ്രായേല്യരോട് കൽപ്പിക്കപ്പെടുവാൻ കാരണം അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്ന ഒരു വധസംഭവമാണത്രേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ പ്രസ്താവിക്കുന്നത്. വിശദാംശങ്ങളിൽ ഭിന്നാഭിപ്രായം കാണാമെങ്കിലും സംഭവത്തിന്റെ സ്വഭാവം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു. ഒരു ധനികനെ അയാളുടെ ഒരു അവകാശി കൊലപ്പെടുത്തി. മൃതദേഹം ഒരു പെരുവഴിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അതേ ഘാതകൻ തന്നെ കൊലക്കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചു. അങ്ങനെ തർക്കവും വഴക്കുമായി. കേസ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലെത്തി. അപ്പോഴാണ് അദ്ദേഹം 67-ാം വചനത്തിൽ പ്രസ്താവിച്ച പ്രകാരം ഒരു പശുവിനെ അറുക്കുവാൻ അവരോട് കൽപ്പിച്ചത്. അറുത്ത ശേഷം 73-ാം വചനത്തിൽ പറയുന്നത് പോലെ ആ പശുവിന്റെ ഒരംശമെടുത്ത് അതുകൊണ്ട് മൃതദേഹത്തിൽ അടിക്കപ്പെടുകയും അപ്പോൾ അതിന് ജീവനുണ്ടാവുകയും ഘാതകൻ ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. മൃതദേഹം വീണ്ടും പഴയപടി നിർജീവമായി തീരുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഒരു ധനികനെ അയാളുടെ അവകാശി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് മൃതദേഹത്തെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു. ആ ഘാതകൻ അത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തർക്കമായി. കേസ് മൂസാ നബിയുടെ അടുക്കലെത്തി. അപ്പോഴാണ് ഇതാ അതിനുള്ള പരിഹാരമായിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة എന്ന ആയത്ത്
പശുവിനെ അറുക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതരിച്ചത്. എന്നിട്ട് പശുവിനെ അറുത്തിട്ട് എന്ത് ചെയ്യണം? അറുത്തതിന് ശേഷം പിന്നീട് താഴെ വരുന്ന 73-ാം വചനത്തിൽ പറയുന്നത് പോലെ ആ പശുവിന്റെ ഒരു അംശമെടുത്ത് അതുകൊണ്ട് മൃതദേഹത്തിൽ അടിക്കപ്പെടുകയും അപ്പോൾ ആ മൃതദേഹത്തിന് ജീവനുണ്ടാവുകയും, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവൃത്തിയിൽപ്പെട്ടതാകുന്നു. ഘാതകൻ ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അത് ആ മൃതദേഹത്തിന് ജീവനുണ്ടാവുകയും എന്നിട്ട് ഘാതകൻ ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. മൃതദേഹം വീണ്ടും പഴയപടി നിർജീവമായി തീരുകയും ചെയ്തു. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ള 72, 73 വചനങ്ങളെക്കുറിച്ച് ആ ആയത്ത് ഒന്ന് അതിലടങ്ങിയ ആ ആയത്തിന്റെ സാരം ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് ഇതിന്റെ പശ്ചാത്തലം കുറച്ചുകൂടി വ്യക്തമാകുന്നത്. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരു ദേഹത്തെ, ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ സന്ദർഭം ഓർക്കുക. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളൊരു ദേഹത്തെ, ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ സന്ദർഭം ഓർക്കുക. അല്ലാഹുവാകട്ടെ നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ വിളിക്കു വരുത്തുന്നവനുമത്രേ. അപ്പോ ഈ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാളെ കൊലപ്പെടുത്തിയിട്ട് പരസ്പരം ആരോപണം നടത്തി. പക്ഷെ എത്ര ആരോപണം നടത്തിയാലും നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും അത് പുറത്തേക്ക് കൊണ്ടുവരുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സാധിക്കും. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അവനെ, അതിന്റെ പശുവിന്റെ ചില ഭാഗം അഥവാ ഒരംശം കൊണ്ട് അടിക്കുവിൻ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا, അതിന്റെ ചില അംശങ്ങൾ കൊണ്ട് നിങ്ങൾ അടിക്കുവിൻ. كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى, അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പോ ഇതിന്റെ ഒരു പശുവിനെ അറുത്തതിനു ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് അടിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്രകാരം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം. അങ്ങനെ അതുവഴി അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ അതിന് എന്ത് വേണം? ആദ്യം പശുവിനെ അറുക്കണം. പശുവിനെ അറുത്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കണം, ആ മൃതദേഹത്തെ അടിക്കണം. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവൻ നൽകുന്നു എന്നാണ്. അപ്പൊ ഈ അറവിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അതാണ് ഇതിന്റെ പശ്ചാത്തലമായിക്കൊണ്ട് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത്. മഹാനായ അമാനി മൗലവിയും അത് തന്നെയാണ് പറയുന്നത്. തുടർന്ന് കൂടെ അദ്ദേഹം പറയുന്നു, ഇതനുസരിച്ച് പ്രസ്തുത വധമാണ് ആദ്യം സംഭവിച്ചത്, പിന്നീടാണ് പശുവിനെ അറുക്കുവാനുള്ള കൽപ്പന. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ആദ്യ ഭാഗം ആദ്യവും പിന്നീടുള്ളത് പിന്നീടുമായി ക്രമപ്രകാരം തന്നെ ഉദ്ധരിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. ചിലപ്പോൾ ഇടയിൽ നിന്നും ഒടുവിൽ നിന്നും അത് കഥ ആരംഭിച്ചെന്ന് വരും. ഇങ്ങനെ വിവരിക്കുന്നതിൽ ചില യുക്തിരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് താൻ. ഇതിനെപ്പറ്റി മുഖവുരയിൽ ഖുർആന്റെ പ്രതിപാദന രീതി എന്ന ശീർഷകത്തിൽ നാം സംസാരിച്ചിട്ടുള്ളതാണ്. പശുവിനെ അറുക്കുവാനുള്ള കൽപ്പനയും അതിനെ തുടർന്ന് ഇസ്രായേലിൽ പല ചോദ്യങ്ങൾ നടത്തിയതും അതിന്റെ അനന്തരഫലവും അടങ്ങുന്ന ഭാഗം ഒരു സ്വതന്ത്ര സംഭവമായി വിവരിച്ചത് അവരുടെ വിശ്വാസ ദൗർബല്യം, അച്ചടക്കമില്ലായ്മ, നിയമപാലനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവരുടെ വാഞ്ച, പരിഹാസം, മുട്ടുചോദ്യം ആദിയായ സ്വഭാവങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുവാൻ പര്യാപ്തമാണല്ലോ. വധവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും
വേറൊരു സ്വതന്ത്ര സംഭവം എന്നോണം പിന്നീട് വിവരിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ കഴിവ്, മരണാനന്തര ജീവിതം, മൂസാ നബിയുടെ സത്യത ആദിയായവയെപ്പറ്റി പ്രത്യേകം ചിന്തിക്കുവാനും ഉതകുന്നു. ഒരു കഥയെന്നോണം ആദ്യന്തം തുടർച്ചയായി വിവരിക്കുമ്പോൾ ഈ പുതുമയും ഗൗരവവും അതിനുണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ പശു ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ അവർ വധിച്ചു എന്ന സംഭവമാണ് ആദ്യമുണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഇങ്ങനെ പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നത്. ആ പശുവിന്റെ ഒരു അംശത്തെയാണ് എടുത്ത് അടിക്കേണ്ടത്. അതുകൊണ്ട് പക്ഷെ ഇവിടെ ഖുർആൻ ആദ്യം പശുവിനെ അറുക്കുവാൻ വേണ്ടി ഉള്ള കൽപ്പനയെക്കുറിച്ചും അതിനോട് അവർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു മനുഷ്യനെ അവർ വധിച്ച സംഭവവും അതിന്റെ കുറ്റം അത് പരസ്പരം ആരോപിക്കുന്നതുമായും ബന്ധപ്പെട്ട ആയത്ത് പിന്നീടാണ് കടന്നു വരുന്നത്. ഇതിൽ എന്ത് യുക്തിയാണുള്ളത് എന്നതിനെ കുറിച്ചാണ് അമാനി മൗലവി ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. ഖുർആൻ ഒരിക്കലും തന്നെ ഒരു കഥ പറയുന്ന ഗ്രന്ഥമില്ല. ചരിത്രം അതിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ വിവരിച്ചു തരുന്ന ഒരു ഗ്രന്ഥമല്ല. മറിച്ച് ചരിത്രങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള, പൂർവിക കാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില സംഭവങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് എന്ത് ഗുണപാഠമുണ്ട് എന്ന് പഠിപ്പിക്കലാകുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചരിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടതും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെക്കുറിച്ചും ആ കൽപ്പനയോടുള്ള ആ സമൂഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചും, അത്തരം പ്രതികരണങ്ങൾ വിശ്വാസികളായ ഒരു സമൂഹത്തിന് ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഖുർആൻ ഈ രൂപത്തിൽ ആദ്യത്തെ സംഭവം പിന്നീട് നടന്ന സംഭവം ആദ്യവും പരാമർശിക്കുവാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കൂടുതൽ അതിന് സമയം ചെലവഴിക്കേണ്ടതില്ല. കാരണം ഇവിടെ അമാനി മൗലവി തന്നെ വിശദീകരിച്ചതുപോലെ പശുവിനെ അറുക്കുവാനുള്ള കൽപ്പനയും അതിനെ തുടർന്ന് ഇസ്രായേലിൽ പല ചോദ്യങ്ങൾ നടത്തിയതും അതിന്റെ അനന്തരഫലവും അടങ്ങുന്ന ഭാഗം ഒരു സ്വതന്ത്ര സംഭവമായി വിവരിച്ചത് അവരുടെ വിശ്വാസ ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കാനും അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് പറയാനും നിയമപാലനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള അവരുടെ സ്വഭാവവും അവരുടെ അതിനുള്ള വാഞ്ചയും അത് പ്രത്യേകമായി എടുത്തു പറയാനും, പരിഹാസം, മുട്ടുചോദ്യം ആദിയായ സ്വഭാവങ്ങൾ അവർ കാണിച്ച ആ സ്വഭാവങ്ങളെ എടുത്തു പറയുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ സംഭവം പ്രത്യേകമായി ആദ്യം എടുത്തു പറഞ്ഞത്. പിന്നീട് ആ സംഭവത്തിന് കാരണമായിട്ടുള്ള മറ്റൊരു സംഭവത്തെ എടുത്തു പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഖുർആനിലെ ചരിത്രപരമായ കാര്യങ്ങൾ, അതിലെ വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ഒരിക്കലും തന്നെ അതിന്റെ ക്രമപ്രകാരമാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കാൻ പാടില്ല. ഖുർആൻ ചരിത്രം പറയുമ്പോൾ അതിലെ ചരിത്ര സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ചോ വർഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെക്കുറിച്ചുമോ ഖുർആൻ പറയാറില്ല. അതിന്റെ ആവശ്യവുമില്ല. ഖുർആൻ അത് പറയുന്നതിനുള്ള കാരണം ഒരിക്കലും തന്നെ നമുക്ക് ഒരു കഥ കേൾക്കുന്നതിന് വേണ്ടിയല്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം അതിന്റെ ആദ്യം തൊട്ട് അതിന്റെ അവസാനം വരെ വിശദീകരിച്ചതിന് ശേഷം ഖുർആൻ എടുത്തു പറയുന്നത് അത് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു ഗുണപാഠം അതിലുണ്ട് എന്നുള്ളതാണ്. ഗുണപാഠം പറയുന്നതിന് വേണ്ടിയാണ്, ഓരോ സംഭവത്തിലുമുള്ള ഗുണപാഠം പറയുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഇത്തരം സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഒരിക്കലും തന്നെ അതിന്റെ മറ്റൊരു രൂപത്തിൽ. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ചരിത്ര സംഭവങ്ങളെ കുറിച്ചാവട്ടെ മറ്റു പ്രതിപാദനങ്ങളെ കുറിച്ചാവട്ടെ സമീപിക്കുമ്പോൾ ഒരിക്കലും തന്നെ അതൊരു സാധാരണ നിലയ്ക്ക് ഒരു ക്വിസ് പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപത്തിൽ അല്ല അതിനെ നമ്മൾ കാണേണ്ടത്. മറിച്ച് അതൊരു അതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിനായിരിക്കണം ഖുർആൻ പഠിതാക്കൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. എപ്പോഴും അതിലെ അക്ഷരങ്ങൾക്കോ അതിലെ പദങ്ങൾക്കോ അല്ലെങ്കിൽ അതിലെ വർഷങ്ങൾക്കോ അതിലടങ്ങിയ മറ്റു കാര്യങ്ങൾക്കോ അല്ല. അത് ഖുർആൻ പഠനത്തോട് നമ്മൾ കാണിക്കുന്ന മറ്റൊരു ശൈലിയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ച അതിന്റെ ഒരു പഠന ശൈലിയുണ്ട്.
ആ ശൈലിയാണ് നമ്മൾ എപ്പോഴും അനുകരിക്കേണ്ടത്. ആ രൂപത്തിലാണ് നമ്മൾ ഇതിനെ പഠിച്ചു പോവേണ്ടത്. അനാവശ്യമായിട്ടുള്ള അതിലുള്ള ഏതെങ്കിലും ഒരു പദത്തിന്റെ പിറകെ പോവുകയോ ആ പദത്തിനെ കുറിച്ച് അനാവശ്യമായ ഗവേഷണം നടത്തുകയോ ചെയ്യുന്ന രീതിയൊന്നും സ്വഹാബത്തിനുണ്ടായിരുന്നില്ല എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അമാനുമൂലി തുറന്നുകൊണ്ട് പറയുന്നു, ആദ്യം സംഭവിച്ചത് പശുവിനെ അറുത്ത സംഭവമാണെന്നും പിന്നീടാണ് വധവും തർക്കവും ഉണ്ടായതെന്നും അപ്പോൾ ആ പശുവിന്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാൻ കൽപ്പനയുണ്ടായതെന്നുമാണ് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ചില മഹാന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വധത്തിന്റെ സംഭവം ആദ്യം നടന്നിരുന്നാൽ തന്നെയും പശുവിന്റെ അറവ് കഴിഞ്ഞ ശേഷമാണ് അതിന്റെ ഒരു അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാനുള്ള കൽപ്പനയുണ്ടായതെന്നും വരാവുന്നതാണ്. വാസ്തവം അല്ലാഹുവിനറിയാം. ഏതായിരുന്നാലും പശുവിനെ അറുത്ത സംഭവവും തുറന്നുള്ള വചനങ്ങളിൽ പ്രസ്താവിക്കുന്ന വധത്തിന്റെ സംഭവവും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് സ്വതന്ത്ര സംഭവങ്ങളല്ല, ഒരേ സംഭവത്തിന്റെ രണ്ട് വശങ്ങളാണ് രണ്ടും എന്നുള്ളതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. തൽപരകക്ഷികളായ ചില ആധുനിക പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമേ രണ്ടും രണ്ട് പ്രത്യേക സംഭവങ്ങളാണെന്ന വാദം പുറപ്പെട്ട് കാണുന്നുള്ളൂ. ഇതിനെപ്പറ്റി വഴിയെ പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് ആദ്യം സംഭവിച്ചത് പശുവിനെ അറുത്ത സംഭവമാണ്, പിന്നീടാണ് വധവും തർക്കവും ഉണ്ടായതെന്നും അപ്പോൾ ആ പശുവിന്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാൻ കൽപ്പനയുണ്ടായി എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമാനുമോലി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും തന്നെ അത് രണ്ടും രണ്ട് സംഭവമല്ല. ആദ്യം ഏതുണ്ടായി എന്നതിൽ അല്പ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് രണ്ടും ഒരേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടും രണ്ട് സംഭവമായിട്ടല്ല കാണേണ്ടത് എന്നാണ്. ഇനി അദ്ദേഹം അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നത്, സന്ദർഭം ഏതാവട്ടെ, ഒരു പശുവിനെ അറുക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നതായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെ അറിയിച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും അവരുടെ മാർഗദർശിയും നേതാവുമായിരിക്കെ ആ കൽപ്പന അവർ ഉടനെയങ്ങ് അനുസരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കൽപ്പന അവർക്ക് ദഹിച്ചില്ല. മൂസ തങ്ങളെ പരിഹസിക്കുകയാണോ എന്നൊരു സംശയവും അല്ല, അതവർ തുറന്ന് ചോദിക്കുക തന്നെ ചെയ്തു. അവരെപ്പറ്റി വേണ്ടത്ര പഠിച്ച് പരിചയിച്ച റസൂലാണല്ലോ അദ്ദേഹം. മയത്തിലും നയത്തിലും തന്നെ അദ്ദേഹം ഇതിന് മറുപടി കൊടുത്തു. ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ ചേരുകയോ? അള്ളാഹു എന്നെ കാക്കട്ടെ. ഇതായിരുന്നു മറുപടി. വിഡ്ഢികൾ ആരെന്ന് പറയാതെ വ്യംഗ്യമായി അത് ആരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ കൽപ്പന കളിയോ പരിഹാസമോ അല്ല, കാര്യം തന്നെയാണ് എന്ന് തീർച്ചപ്പെട്ടപ്പോഴെങ്കിലും അവരത് അനുസരിക്കേണ്ടതായിരുന്നു. ഒരു പശുവിനെ അറുക്കണമെന്നല്ലാതെ മറ്റു ഉപാധികളൊന്നും പറയാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒന്നിനെ അറുത്താൽ മതിയായിരുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും കൽപ്പന നിറവേറ്റുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒഴികഴിവുകൾ തേടുന്ന പാരമ്പര്യ ശീലമുണ്ടോ അവർ ഉപേക്ഷിക്കുന്നു. ഏത് പശുവായിരിക്കണം, എന്ത് പശുവായിരിക്കണം, ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നിങ്ങനെ ഒന്നിനു പിന്നാലെ ഓരോ ചോദ്യങ്ങൾ അവർ നടത്തുകയുണ്ടായി. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു നിർദ്ദേശം, അള്ളാഹുവിന്റെ കൽപ്പന മൂസാ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ദഹിക്കുന്നില്ല. അതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പരിഹസിക്കുകയാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം വളരെ യുക്തിസഹമായി കൊണ്ട് അതിനുള്ള മറുപടി നൽകി. നിങ്ങളെ പരിഹസിക്കുവാൻ മാത്രം വിഡ്ഢിത്തം എനിക്കുണ്ടോ? ഞാൻ അങ്ങനെ വിഡ്ഢികളിൽപ്പെട്ടവനാണോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറിച്ചുള്ള ചോദ്യം. അതുകൊണ്ട് ഇതിൽ കളിയോ പരിഹാസമോ ഒന്നുമല്ല, കാര്യം തന്നെയാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നു എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ശീലം എങ്ങനെയെങ്കിലും ദൈവകൽപ്പനകളിൽ നിന്ന് രക്ഷപ്പെടുക, ഇതായിരുന്നു അവർ എപ്പോഴും ശീലിച്ചിരുന്നത്. ആ ശീലം അവർ മാറ്റാൻ തയ്യാറില്ല എന്ന് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് പശുവായിരിക്കണം, ഏത് തരമായിരിക്കണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മാനി മൗലവി തുറന്നുകൊണ്ട് പറയുന്നു, ഓരോ ചോദ്യത്തിലെയും വാക്കുകൾ പരിശോധിച്ചു നോക്കുക. അവരുടെ വിശ്വാസത്തിന്റെ ദൗർബല്യവും അച്ചടക്കരാഹിത്യവും അവഗണനാ മനസ്ഥിതിയും ആ വാക്കുകളിലൂടെ പ്രകടമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സ്വഹാബികൾ തിരുമേനിയെ സംബോധന ചെയ്തിരുന്നത് പോലെ നബിയെ എന്നോ റസൂലേ എന്നൊന്നുമല്ല, മൂസ എന്നാണ് അവർ തങ്ങളുടെ പ്രവാചകനെ വിളിക്കാറുള്ളത്. താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആവർത്തിച്ചുകൊണ്ടുള്ള അവരുടെ ആവശ്യം. അള്ളാഹുവിനോട്, നമ്മുടെ റബ്ബിനോട് പോലെയുള്ള പ്രയോഗം അവരുടെ നാവിൽ കാണുന്നില്ല. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാത്രം റബ്ബാണെന്ന് തോന്നിയേക്കും അവരുടെ ആ വാക്ക് കണ്ടാൽ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അതിലൊന്നും അവരോട് തർക്കം നടത്തുന്നില്ല. മാന്യതയും ഗുണകാംക്ഷയും നിറഞ്ഞ ശാന്തമായ സ്വരത്തിൽ
ഓരോ ചോദ്യത്തിനും മറുപടി നൽകുന്നു. ഓരോ മറുപടിയും ലഭിക്കുമ്പോൾ ചോദ്യം അവിടെ വെച്ച് മതിയാക്കിയില്ലെങ്കിൽ അതവർക്ക് തന്നെ ഗുണമായിരുന്നേനെ. ചോദ്യം ചെയ്യൽ അധികരിക്കുന്തോറും സ്വയം പ്രയാസം പേറുകയും അനുസരണക്കുറവ് പ്രകടിപ്പിക്കുകയുമാണല്ലോ അതുമൂലം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളെ ഖുർആൻ വിരോധിച്ചിട്ടുള്ളതും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഉകും وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم قد سألها قوم من قبلكم ثم أصبحوا بها كافرين. അതായത്, വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടതെന്നാൽ നിങ്ങൾക്ക് അതിർത്തി ഉളവാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവയെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്ന പക്ഷം അവ നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെടുന്നതാണ്. ഇതിനു മുമ്പുള്ള ഒരു സമൂഹം ഈ രൂപത്തിൽ ചോദിക്കുകയും പിന്നീട് അവർ അവിശ്വാസികളായി മാറുകയും ചെയ്തു എന്ന് സൂറത്ത് മാഇദയിലെ 101-ാമത്തെയും 102-ാമത്തെയും ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന പുറപ്പെടുവിപ്പിക്കുന്നു. ആ കൽപ്പനയുടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ റസൂലെ എന്നോ നബിയെ എന്നോ ഒന്നുമല്ല, നമ്മുടെ രക്ഷിതാവ് എന്നോ ഒന്നുമല്ല, മറിച്ച് അതിനെയൊക്കെ വളരെ ധിക്കാരപൂർവമുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സമീപിക്കുന്നത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും തന്നെ സമചിത്തത കൈവിടാതെ, അവരോടൊരു തർക്കം നടത്താതെ, അവരുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം അതിന് ശാന്തമായ രൂപത്തിൽ തന്നെ അവർക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രവാചകന്മാർ ഒരു സമൂഹത്തെ പ്രബോധനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർ കാണിച്ച ഗുണകാംക്ഷാപരമായ നിലപാടുകൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കടങ്ങുന്ന നിലവിലുള്ള പ്രബോധക സമൂഹത്തിന് വലിയ മാതൃകയാകുന്നു എന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ശാന്തത കൈവടിയാത്ത രൂപത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നതും, താൻ മറുപടി നൽകുന്നതും അല്ലെങ്കിൽ താൻ ഈ സംസാരിക്കുന്നതുമൊക്കെ ആരോടാണോ ആ സമൂഹത്തിന്റെ ഗുണപരമായ ഉയർച്ച അതാഗ്രഹിക്കുക എന്നത് ഓരോ പ്രബോധകനും അത് നിർബന്ധമാകുന്നു. അങ്ങനെയാണ് ആ പ്രബോധകൻ അതിനെ കാണേണ്ടത് എന്നൊക്കെ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുണകാംക്ഷയായിരിക്കണം ഏതൊരു പ്രബോധകനും ഉണ്ടായിരിക്കേണ്ടത്. തന്റെ കഴിവ് തെളിയിക്കലോ തന്റെ അറിവിനെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ രൂപത്തിൽ കാണിക്കുകയോ ഒന്നുമല്ല, മറിച്ച് ആരോട് സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്ന സമൂഹത്തിന് ഗുണമുണ്ടാവണം. അവർക്ക് അവരുടെ പര വിജയത്തിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണം. അവരിൽ നിന്ന് എത്ര മോശമായ പ്രതികരണമുണ്ടായിരുന്നാലും ശാന്തമായ രൂപത്തിൽ അതിനെ കാണുകയും അത്തരത്തിൽ ഒരു മുഖാമുഖം സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ ചോദ്യത്തിനും പ്രവാചകൻ എന്ന നിലയ്ക്ക് നിഷേധാത്മകമായ ചോദ്യങ്ങൾ വരുമ്പോൾ പോലും പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നൽകിയ മറുപടി അത് മാതൃകാപരമാണ്. ഓരോ പ്രബോധകനും ഓരോ വിശ്വാസിയും അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം മാതൃകാപരമായ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്നും സാന്ദർഭികമായി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യൽ അധികരിക്കുന്തോറും സ്വയം പ്രയാസം പേറുകയും അനുസരണക്കുറവ് പ്രകടിപ്പിക്കുകയുമാണല്ലോ അതുമൂലം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളെ ഖുർആൻ പോലും വിരോധിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനില് നേരത്തെ ഇവിടെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ തുബ്ദ ലക്കും തസുഉകും,
നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടു തന്നാൽ നിങ്ങൾക്ക് തന്നെ അതൃപ്തി ഉളവാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവയെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്ന പക്ഷം അവ നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെടുന്നതാണ് എന്ന് പിന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിൽ നിന്ന് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും, ആയത്തോതി കൊടുക്കുമ്പോൾ അതെന്താ റസൂൽ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ആ പറഞ്ഞു കൊടുക്കുന്നതിനെ അവർ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന്റെ വിശദീകരണങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഓരോ ചോദ്യവും വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഒന്നാമത്തെ പ്രാവശ്യത്തിൽ വളരെ പ്രായം ചെല്ലാത്തതും നന്നേ പ്രായം കുറഞ്ഞതുമല്ലാത്ത മധ്യനിരയിലുള്ള ഒരു പശുവായാൽ മതി എന്ന് മറുപടി കിട്ടി. ഇങ്ങനെയുള്ള പശു ഒട്ടും ദുർലഭമല്ലല്ലോ. വീണ്ടും ചോദ്യം ചെയ്യാതെ ആ കൽപ്പന പാലിക്കുവാൻ അദ്ദേഹം അവരെ ഉപദേശിക്കുകയും ചെയ്തു. അല്ലെ, ഇങ്ങനെ ഓരോ ചോദ്യം വരുമ്പോൾ മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമുള്ള മറുപടി നൽകുകയും ചെയ്യും. ഒന്നാമത്തെ പ്രാവശ്യം അതിന്റെ പ്രായത്തെക്കുറിച്ച് വളരെ പ്രായം ചെല്ലാത്ത പ്രായം കുറഞ്ഞതുമല്ലാത്ത മധ്യനിരയിലുള്ള ഒരു പശുവായാൽ മതി എന്ന് മറുപടി കിട്ടി. അങ്ങനെ ഒരു പശുവിനെ കിട്ടമില്ല. അപ്പോൾ അവർ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്തായിരുന്നു? ശരി, നമ്മൾ അങ്ങനെയുള്ള ഒരു പശുവിനെ അറുക്കുക. അവരോട് പറയുകയും ചെയ്തു, മറൂൻ, നിങ്ങൾ അപ്രകാരം കൽപ്പിക്കപ്പെട്ടത് പ്രകാരം നിങ്ങൾ ചെയ്യുക എന്ന് അവരോട് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അവർ വഴങ്ങിയില്ല. നിറം എന്തായിരിക്കണമെന്നായി. തനി മഞ്ഞവർണ്ണമുള്ളതും കാഴ്ചക്ക് കൗതുകമുള്ളതാവണം എന്നായിരുന്നു മറുപടി. ഇങ്ങനെയുള്ള പശുവിനെ കിട്ടുവാൻ കുറച്ചുകൂടി പ്രയാസമുണ്ടായിരിക്കുമല്ലോ. എന്നാൽ ചോദ്യം അതോടെ അവസാനിച്ചില്ല. ഇത്തരത്തിലുള്ള പശുക്കൾ പലതുമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യം വ്യക്തമായില്ല, ഒന്നുകൂടി വ്യക്തമാക്കണമെന്നായി. പക്ഷേ ഇത്രയുമായപ്പോൾ അവർക്ക് അല്പം ബോധോദയം വന്നിരിക്കുന്നു. അറുക്കേണ്ടുന്ന പശുവിനെ തിരിച്ചറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതാണ് എന്നീ വാക്കുകൾ. ഇന്നൽ ബഖറത ശാബഹ അലൈന ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ തുടങ്ങിയ അവരുടെ പ്രയോഗങ്ങൾ അല്പം ചില ബോധോദയം അവർക്കുണ്ടായി എന്നാണ് കാണിക്കുന്നത് എന്നാണ്. അങ്ങനെ നിലം ഉഴുക, വെള്ളം തേവുക മുതലായ ജോലികളിൽ ഉപയോഗിക്കപ്പെടാത്തതും ഇതര വർണ്ണങ്ങളുടെ കലർപ്പും കലയുമില്ലാത്തതും അംഗഭംഗവും മുടന്തും പോലെയുള്ള പോരായ്മകളില്ലാത്തതും കൂടിയായിരിക്കണമെന്നുള്ള അവസാനത്തെ ഉത്തരവോടുകൂടി അന്വേഷണത്തിന്റെ രംഗം അവസാനിച്ചു. പശുവിനെ കുറിച്ച് വേണ്ടത്ര വിവരണം കിട്ടിക്കഴിഞ്ഞുവെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥവുമായി കടന്നു വന്നത് എന്നവർ പറയുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള മറുപടികൾ കൂടി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇനി പ്രസ്തുത ഉപാധികളും ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പശുവിനെ കണ്ടു കിട്ടണമല്ലോ. തിരഞ്ഞ് അവസാനം കണ്ടെത്തി. വമ്പിച്ച വില കൊടുത്താണ് അങ്ങനെ ഒരെണ്ണം അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്ന് പറയപ്പെടുന്നു. അത് സ്വാഭാവികവുമാണ്. പശുവിനെ കിട്ടുവാനുള്ള പ്രയാസം, അവരുടെ മാനസിക നിലപാടുകൾ തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ ആ കൽപ്പന പാലിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം കുറെ വിദൂരം തന്നെയാകുന്നു. എങ്കിലും ഒടുക്കം അവരത് പ്രവർത്തനത്തിൽ വരുത്തുക തന്നെ ചെയ്തു. ഇങ്ങനെ ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിച്ചതിൽ അടങ്ങിയ രഹസ്യം എന്താണെന്ന് അടുത്ത വചനങ്ങളിൽ വെച്ച് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതാണ് അമാനി മൗലവി നൽകിയ വിശദീകരണം. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചതും അതിന് അദ്ദേഹത്തിന്റെ ആ വിശദീകരണം നമ്മൾ കൃത്യമായി കേൾക്കുകയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഗുണപാഠമാകുന്നത് എന്താകുന്നു? അള്ളാഹുവിന്റെ കൽപ്പനകളെ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനുള്ള ശീലം നമുക്കുണ്ടാവണം. അള്ളാഹു പുറപ്പെടുവിപ്പിക്കുന്ന കൽപ്പനകളോ അല്ലെങ്കിൽ നിരോധനങ്ങളോ അതിലടങ്ങിയ തത്വങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ആ തത്വങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് അനുസരിക്കേണ്ടതുള്ളൂ എന്നോ അതല്ലെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമായെങ്കിൽ മാത്രമേ ഞാൻ അത് അനുസരിക്കുകയുള്ളൂ എന്നോ തുടങ്ങിയ നിലപാടുകൾ വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കൽപ്പിക്കപ്പെട്ടത് അത് അപ്രകാരം തന്നെ കൃത്യമായും പാലിക്കുക, ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മൾ ശീലിക്കുക, അതിന് നമ്മൾ തയ്യാറാവുക. അല്ലാഹു നമുക്ക്
ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബനു ഇസ്രായേൽ വിഭാഗത്തിന് സംഭവിച്ചതുപോലെയുള്ള മുട്ടുചോദ്യങ്ങളും അനാവശ്യമായ സംസാരങ്ങളും ധിക്കാരങ്ങളും ഇല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ കാര്യങ്ങളെ യഥാവിധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്ര സത്യങ്ങൾ അത് കേവല ചരിത്ര കഥകൾ കേൾക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങൾ ധാരാളം ഉണ്ടാകുമെന്നും ആ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണമെന്നും അത് നമുക്ക് മാർഗദർശനമാകണമെന്നും ചിന്തിക്കുകയും അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ധാരാളം നന്മകൾ ഉൾക്കൊള്ളുകയും ചെയ്യുകയും അങ്ങനെ നല്ല രൂപത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ